സാർ പറ, സാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട BGM ഏതാണ്? നരസിംഹത്തിലെ ആണോ? എന്താ BGMനോട് അത്രയും അടുത്ത് വെക്കാൻ എന്താ കാരണം? അത് ഈ ഏകലവ്യം എന്നൊരു സിനിമയിലെ പാട്ട് കേട്ടിട്ടുണ്ടോ? ചിത്ര പാടുന്ന ഒരു പാട്ടുണ്ട്, നന്ദകിശോര. അതിൻ്റെ ഒരു BGM ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള 2 BGMs ഉണ്ട്. അതിൽ ഒരു BGMനെ എടുത്തിട്ടാണ് ഞാൻ നരസിംഹത്തിൽ തീമാക്കിയത്. കമ്മീഷണൽ BGMോ? ആ കമ്മീഷണൽ BGM കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ അന്ന് മദ്രാസിലായിരുന്നുണ്ട് കംപ്ലീറ്റ് വർക്കും. അപ്പോൾ രാത്രി 8 മണിക്ക് എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് 7 മണിക്ക് എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ച് വുഡ്ലാൻഡ്സ് ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെന്നൈ നഗരം ഒരു മ്യൂസിക്കേ ഉള്ളൂ. ദാറ്റ് ഈസ് സൺ TVയുടെ ന്യൂസിൽ ഓപ്പൺ ചെയ്യുന്ന മ്യൂസിക്കാണ്. അതിപ്പോഴും എനിക്കറിയാം. ഈ ഡോർ ഇങ്ങനെ തനിയെ ഓപ്പൺ ചെയ്തിട്ട് ആ ക്യാമറ അകത്ത് പോയിട്ടാണ് ന്യൂസിൽ അവിടെ കൊണ്ട് നിർത്തുന്നത്. അപ്പോൾ അതിനൊരു മ്യൂസിക് ഇട്ടിട്ടുണ്ട്. അതിപ്പോഴും ആരെങ്കിലും എടുത്ത് ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടും. ആ സാധനം ഞാൻ റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോയി രാജാമണി എടുത്ത് പറഞ്ഞു, മോനെ ഇതിനെ നീ എന്തെങ്കിലും പൊലിപ്പിച്ചിട്ട് ഈ സാധനം എന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഈ സീക്വൻസ് എനിക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ആ സീക്വൻസിനെ എടുത്ത് അയാളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്തതാണ് കമ്മീഷണർ. എഫ്ഐആറിലെ വില്ലൻ്റെന്ന് പറഞ്ഞാൽ, ഞാൻ ആരോമോ മണിസാറിൻ്റെ മകനുണ്ട് കുമാർ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു സഫാരി വണ്ടിയുണ്ട്. അതിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിനകത്തൊരു മങ്കിയുടെ ഇതിങ്ങനെ തൂക്കിക്കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു, എന്താണ് ഇങ്ങനെ മങ്കിനെ ഡ്രസ്സൊക്കെ ചെയ്തൊരു മങ്കിനെ നീ ആ താഴെ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്ക് എന്ന് പറയും. ഞാനിങ്ങനെ പ്രസ് ചെയ്ത് നോക്കി ഒരു മ്യൂസിക് വന്നു. ആ മ്യൂസിക് എനിക്ക് ഭയങ്കര ഹോണ്ടിയാണ്. ആ മ്യൂസിക് ഇത് എടുത്തിട്ടാണ് രാജാമണി എടുത്ത് കൊണ്ട് ഈ കുരങ്ങോടെ കൊണ്ടുപോയി രാജാമണി എടുത്ത് കൊണ്ടുപോയി ഇതിന് പ്രസ് ചെയ്ത് കാണിച്ചു കൊടുത്ത് ഈ മ്യൂസിക് എവിടെയാണ്.